ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു ദിവസമാണേ. ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് ജിമ്മിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജിമ്മിൽ വന്നിരിക്കുന്നത്. ചന്ദനം കുറേ കുറച്ചിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണമല്ലോ. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുളിക്കാനുള്ള നേരമൊന്നുമില്ല. അങ്ങനെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി. ഞാനൊരു ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ലൂസായിട്ട് കിടക്കുന്ന ഒരു ഫ്ലോയി ആയിട്ടുള്ളൊരു കോട്ടൻ്റെ ടോപ്പാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജോലിയുണ്ട്. അപ്പം ഇത് ഭയങ്കര ഈസിയാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാനിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ചോറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പച്ച കളർ ചെരുപ്പുണ്ട് നമ്മുടെ സ്ഥിരം, കാരണം ഇന്ന് ഫുൾ മഴയത്തല്ലേ പരിപാടി. അങ്ങനെ നമ്മൾ പച്ച കളർ ചെരുപ്പൊക്കെ ഇട്ടത് ജിനോഷേൻ്റെ ഓട്ടോറിക്ഷ. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷയിലാണ് ഞാൻ മിക്കപ്പോഴും ജോലിക്ക് പോകുന്നത്. ജിനോഷേൻ്റെ ഒരു ചിരി കണ്ട. ജിനോഷേട്ടൻ ഭയങ്കര അടിപൊളിയാണ്. മറ്റേ എന്തോ പറയുമല്ലോ, എന്തുഷ്ട ദൈവത്തിന് വിശ്വാസമില്ലാത്ത അങ്ങനെ എന്തൊരു സാധനമാണ് ഈ ചേട്ടൻ. ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞാൻ നേരെ പോണത് ഷോപ്പിലേക്കാണ്. ഷോപ്പിൽ ചെന്നിട്ട് എനിക്ക് ഹെയർ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഈ കവറിൽ ഞാൻ ഒരു കവർ കാണിച്ചില്ലേ, ആ കവറിൻ്റെ അകത്തുള്ളത് കസ്റ്റമറുടെ തലയിലെ വിഗ്ഗാണ്. അത് ഊരി മേടിച്ചിട്ട് ആ സെയിം ഹെയറുള്ള മുടി എടുക്കാൻ വേണ്ടി ഞാൻ പോണേ. പിന്നെ ഈ മുടി എടുക്കാൻ വേണ്ടി വരുന്ന 18-ാം പടി പോലെ കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഇതൊക്കെ കയറുമ്പോൾ തന്നെ മനുഷ്യൻ കഴിച്ച ഭക്ഷണം മൊത്തം തയ്ക്കും. ഒരു 3 നിലയുടെ മുകളിലാണ് ഈ പറഞ്ഞ ഹെയർ എടുക്കേണ്ട ഇത്. നമുക്ക് ലിഫ്റ്റൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നടന്ന് മുകളിൽ കയറി ഒരുവിധം നമ്മൾ ഹെയർ എടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഹെയർ എടുക്കുന്ന വീഡിയോ ഒക്കെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാണിച്ചു തരാം. ഇവിടെ ഹെയർ ഇല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ മുടിയാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ ഞാൻ ഇവിടുന്ന് മുടിയെടുത്ത് നേരെ തിരിച്ച് ഷോപ്പിൽ വന്ന് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പീച്ചിങ്ങ ഒലത്തും പിന്നെ ചോറും മുട്ട വറുത്തതും. അങ്ങനെ ഞാനിരുന്ന് ഞം കഴിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഞം കഴിക്കണം, കാരണം സിജി ഉണ്ട്. രണ്ടുപേർക്കും കൂടി ഓരോ ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റൂല ഷോപ്പിൽ. കാരണം ഒന്നില്ലെങ്കിൽ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ അവൾ ആദ്യം കഴിക്കും. ഇതിപ്പോൾ അവളവിടെ ഹെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിരുന്ന് കഴിക്കുകയാണ്. എൻ്റെ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് എൻ്റെ അടുത്ത ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേക്കും സിജി അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന കസ്റ്റമർ നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള കസ്റ്റമറാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ കസ്റ്റമർക്ക് വെക്കാനുള്ള ഹെയർ സിജിക്ക് പാടില്ല. സിജിയുടെ കാല് ഇന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സിജി അവിടെ കിടന്ന്. അപ്പം ഞാൻ തന്നെ ഇവരോട് വിശേഷമൊക്കെ പറഞ്ഞ് മെല്ലെ ഹെയർ ഫിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇതാണ് നമ്മുടെ പരിപാടി. അതായത് മുടിയില്ലാത്തവർക്ക് മുടി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. ഇടയ്ക്കൊന്നും അവളുടെ തലയൊന്ന് പൊള്ളി, അതുകൊണ്ടാണ് അവൾ അയ്യോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വോയിസ് ഓവറിലായതുകൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ റിയലായിട്ടാണെങ്കിൽ നിനക്കത് കേൾക്കായിരുന്നു. അവളോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ തലയിട്ട് ആട്ടിക്കൊണ്ടിരുന്നു, ജസ്റ്റ് ഒന്ന് ചെവിയിൽ നൈസായിട്ട്. അപ്പം ഈ പറഞ്ഞ കസ്റ്റമറുടെ കൂടെ നമുക്ക് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞ് മോളെ ഒന്ന് വീഡിയോ പിടിച്ച് തരുമോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജോലി. ഇത് ഹെയർ ഫിക്സിങ് ആണ്. അതായത് മുടി തിക്ക് കുറവാണ്, നീട്ടം കുറവാണെന്നുള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ റിയൽ ആയിട്ടുള്ള ഹെയർ മുടിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നിടാൻ പറ്റും, പൊക്കി കെട്ടി വെക്കാൻ പറ്റും, ഡെയിലി കുളിക്കാൻ പറ്റും. പിന്നെ സ്വന്തം മുടി ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ എക്സ്റ്റൻഷൻ വെച്ചതാണെന്നൊന്നും പുറമേ നിന്ന് ആർക്കും മനസ്സിലാവില്ല. ചിലവർക്ക് കളർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ അതിനുള്ള മുടിയൊന്നും ഉണ്ടാവില്ല. ഇനി സ്വന്തം മുടി കളർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവുകയും ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ ഈ ഹെയർ വെച്ചിട്ട് അതൊക്കെ കളർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് വച്ചെന്നുള്ളൊരു ഫീല് കിട്ടുകയുമില്ല, നാച്ചുറലായിട്ട് കിടക്കുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ഞാൻ എടുക്കാൻ കസ്റ്റമർ സമ്മതിച്ചില്ല. ഈ കുട്ടിയല്ല കേട്ടോ മുമ്പ് വന്നത്. എനിക്കൊരു 3-ാമത്തെയോ 4-ാമത്തെയോ വർക്കായിരുന്നു ഇന്നലെ. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ടയേർഡാണ്. ഇപ്പം എൻ്റെ ലാസ്റ്റ് വർക്കാണിത്. ഇത് ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയി. സിജി ആണെങ്കിൽ കിടക്കുകയാണ്. സിജി ഉണ്ടെങ്കിൽ വേഗം ജോലി തീരും. ഇതിപ്പോൾ സിജിക്ക് കാല് പാടില്ലാത്തതുകൊണ്ട്, സിജിനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ജോലി തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ജോലി കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 5:45 അപ്പോഴേക്കും സിജി എഴുന്നേറ്റ് സിജിയുടെ കാലാണ് ഇട്ടത്. ഷാജിപ്പാപ്പൻ്റെ കാല് ആരാണ്ട് തല്ലു പിടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അവസ്ഥ. മുള്ളാണിപ്പാപ്പൻ ഇപ്പോൾ അതേ കണ്ടില്ലേ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ തൂത്തോളാം, നീ പോവാൻ നോക്കിക്കോന്ന്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് വന്നിട്ട് അവിടുത്തെ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഹെയർ ആയിരിക്കും. അങ്ങനെ അവളതൊക്കെ തൂത്തുവാരുകയാണ്. അങ്ങനെ തിരിച്ച് ഞാൻ വണ്ടി കയറ്റി അവളെ കലൂർ ഇറക്കണം. ഊബർ അടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ബസ്സിൽ തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവളെ കലൂർ സ്റ്റാൻഡിൽ കൊണ്ട് നമ്മളാക്കി. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിയെന്ന് വെച്ചാൽ കലൂർ
പാവക്കുളം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഡെയിലി ഇവിടെ ഫുഡ് ഉണ്ട് ഉച്ചയ്ക്ക്. കുറേ പേരുണ്ടാവും ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ. ഒരു നേരത്തെ ആഹാരം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ലല്ലോ. ഞാനൊരു ദിവസം പോയി കഴിക്കണം എന്നൊക്കെ 3 വർഷമായി വിചാരിക്കുന്നു, പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 6:45 ടൈം ആയിട്ടുണ്ട്, നന്നായിട്ട് ഇരുണ്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ദേ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രിയായി, ഒരു 9 മണി 9:30 ആയി. അത് കഴിഞ്ഞിട്ട് ഒരു വിഗിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ വണ്ടി ഓടിക്കണതിൻ്റെ ഇടയിലാണ് സംസാരിക്കണത്. അങ്ങനെ വണ്ടി ഓടിക്കണതിൻ്റെ ഇടയിൽ റീലെടുത്തിട്ട് സംസാരിക്കാനുള്ള വൈഭവമൊന്നും എനിക്കില്ല, അതിനുള്ള പഠിത്തം ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ വീടെത്താനായി. അതിൻ്റെ ഇടയിൽ 2 സ്ഥലത്ത് ഇറങ്ങി വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ചപ്പാത്തി, പാല്, ചെറുപഴം, അങ്ങനത്തെ ഐറ്റംസൊക്കെ മേടിച്ച്. നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പം മഴയൊക്കെ കുറഞ്ഞ്. അങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ദേവുവിൻ്റെ ഒരു കലാപരിപാടി ഉണ്ട്. 2 മിനിറ്റ് വന്നിട്ട് ഇച്ചിരി പുന്നാരമൊക്കെ ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കും. എല്ലാ ദിവസവും ഇതുപോലൊരു സോപ്പിടലുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ ഒരു ദിവസം